Plug headphones for better listening. ഹലോ, എനിക്ക് ഡോക്ടർ ആദിത്യയുടെ അപ്പോയിൻമെൻ്റ് ഒന്ന് വേണമായിരുന്നു. ഓക്കെ സർ, പ്ലീസ് ഹോൾഡ്. താങ്ക് യു ഫോർ ഹോൾഡിംഗ് സർ. ഡോക്ടർ റീസെൻ്റ്ലി അൺഅവൈലബിൾ ആണ്. ഈ 28-നാണ് ഇനി ഒരു സ്ലോട്ട് ഉള്ളത്. അത് ബുക്ക് ചെയ്യട്ടെ? യാ, ഓക്കെ. സാറിൻ്റെ ഫുൾ നെയിമും ഏജും ഒന്ന് പറയുമോ? അഖിൽ PC, ഏജ് 32. John Cena away again. Cena avoids. There's the shoulder tackle. Now Cena looks for a last-second rally. Spoke too soon. Here's that second win. And Cena now has Solo where he wants him. Takedown team. അഖിൽ, വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് ലാപ്പ് പറഞ്ഞു വെച്ചിരുന്ന് ഉറങ്ങുക. നിനക്ക് ആ ഫോണിന്ന് എടുത്തൂടെ? എത്ര വട്ടം ഞാൻ വിളിച്ചു. ഞാൻ കണ്ടില്ലായിരുന്നു. ഈയിടെയായിട്ട് നീ ഒന്നും കാണുന്നില്ല. അല്ല, നീ എന്താ ഓഫീസിൽ വരാത്തെ? എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല സുഖമില്ലായിരുന്നു. നീ ഇങ്ങനെ സെൽഫ് ഐസൊലേറ്റ് ചെയ്യാതെ ഓഫീസിലേക്ക് വാ. ഓരോരുത്തരും എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാവോ? നിനക്ക് കോഫി വേണോ?
ദിവസം എത്ര കോഫിയാടാ കുടിക്കുന്നേ? നിനക്ക് കോഫി വേണോ? അത് പോട്ടെ, ഈ വീടിന്റെ കോലം നോക്കിയേ, എന്തൊരു മെസ്സാടാ. നോ, ഐ ഡോണ്ട് വാണ്ട്. എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട്. Goddamn guineas really make me laugh. I do you a favor and take Freddie in when you're having a bad time, and then you try to push me out. Wait a minute. You took Freddie in because the Corleone family bankrolled your casino because the Molinari family on the coast guaranteed his safety. Now we're talking business. Let's talk business. Yeah, let's talk business, Mike. First of all, you're all done. ഹലോ. ഹലോ സർ, മൈ നെയിം ഈസ് അഞ്ജിത. ഐ എം ടോക്കിംഗ് ടു മിസ്റ്റർ അഖിൽ. അതെ, അഖിലാണ്. സർ, ഡോക്ടർ ആദിത്യയുടെ അപ്പോയിന്റ്മെന്റിന് 4:30 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സാറിന് ടൈം ഓക്കെ അല്ലേ? യാ, ഇറ്റ്സ് ഫൈൻ. ഓക്കെ സർ, താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ. ഹായ് അഖിൽ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു ഡോക്ടർ. അഖിലിനെ റീച്ച് ചെയ്യാൻ കുറേ ട്രൈ ചെയ്യുന്നു അല്ലേ? യെസ് ഡോക്ടർ. സോറി, ഞാൻ കുറച്ച് ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. സോ ടെൽ മീ, എന്താണ് അഖിലിൻ്റെ പ്രശ്നം? ഞാൻ ആദ്യം ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റിന് വിളിച്ചത് എൻ്റെ ഒരു സ്ലീപ്പിംഗ് ഡിസോർഡറിൻ്റെ ഹെൽപ്പിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഡോക്ടർ. ഓക്കെ, സ്ലീപ്പിംഗ് ഡിസോർഡർ. അഖില ഒന്ന് കാമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തേ. എങ്ങനെയാണ്, എപ്പോൾ മുതലാണ് എന്നൊക്കെ. ഡോക്ടർ, ഞാൻ ഒരു IT പ്രൊഫഷണലാണ്. കുറച്ച് നാളായിട്ട് നല്ല വർക്ക് പ്രഷറായിരുന്നു. മര്യാദയ്ക്ക് ഉറങ്ങാൻ പോയിട്ട് ഒന്ന് കണ്ണടച്ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഐ വാസ് പ്രാക്ടിക്കലി അപ്പ് ദ ഹോൾ നൈറ്റ്. ഉറങ്ങാതെ അതൊരു ഹാബിറ്റായി. അങ്ങനെ അവസാനം ഉറങ്ങാൻ വേണ്ടി ഞാൻ മദ്യപിക്കാൻ തുടങ്ങി.
കൈയും കാലൊന്നും അനക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒന്ന് ഒച്ച വെക്കാനോ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. റിലാക്സ് അഖിൽ. ഈ രൂപം എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല ഡോക്ടർ. ഒരു സത്വം, അതിനങ്ങനെ പറയാൻ പറ്റുമോ? ഐ അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ഒറ്റ കാഴ്ചയിൽ റിക്ലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒറ്റക്കാഴ്ചയല്ല. വീണ്ടും കണ്ടോ? കണ്ടു. പിന്നെയും കണ്ടു. ഉറങ്ങുന്ന പോലെ ഒന്ന് കണ്ണടച്ചാൽ അത് പിന്നെയും വരും ഡോക്ടർ. എപ്പോഴാണ് അതിനെ രണ്ടാമത് കണ്ടത്? തൊട്ടടുത്ത ദിവസം രാവിലെ. മോർണിംഗ്? അഖിൽ സ്ലീപ്പിംഗ് ഓർഡർ, ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയില്ലേ? ലൈക്ക് സ്ലീപ്പിംഗ് ടൈം, വീട്, ഉറങ്ങുന്ന സ്ഥലം. എല്ലാം നോക്കി ഡോക്ടർ. പല പ്ലേസും ഞാൻ ട്രൈ ചെയ്തു. ബട്ട് ഇറ്റ് കീപ്സ് ഓൺ ക്രോളിംഗ് ഇൻ ടു മൈ ഡ്രീംസ്. അവസാനം ഞാൻ ഉറങ്ങാതിരിക്കാൻ തുടങ്ങി. ഐ സ്റ്റോപ്പ് ഡ്രിങ്ക്സ് ആൻഡ് സ്റ്റാർട്ടഡ് കോഫി. ലിറ്ററലി ഉറങ്ങാതെ ഇപ്പോൾ ഓൾമോസ്റ്റ് 1 വീക്കായി. പക്ഷേ ഉറങ്ങാതിരുന്നപ്പോൾ അഖിൽ. യെസ് ഡോക്ടർ. ഉറങ്ങാതിരുന്നപ്പോൾ ഉറക്കം നിന്നപ്പോൾ എനിക്കെല്ലാം ഒരു മിക്സ്ഡ് അപ്പ് ഫീലിംഗ് ആയി. ഏതാണ് റിയാലിറ്റി, ഏതാണ് ഇലൂഷൻ എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ. ലൈക്ക്? ഞാൻ ഒറ്റയ്ക്കാണ് ഡോക്ടർ താമസിക്കുന്നത്. പക്ഷെ എൻ്റെ കൂടെ ആരൊക്കെയോ ഫ്രണ്ട്സ് ഉള്ളതുപോലെ. ചില സമയം എനിക്ക് മനസ്സിലാവുന്നില്ല സംഭവിക്കുന്നത് റിയൽ ആണോ അല്ലയോ എന്ന്. അഖിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സ്ലീപ്പ് പാരാലിസിസ് എന്നൊരു കണ്ടീഷനാണ്. ഇത് മെയിനായിട്ടുണ്ടാവുക നമ്മുടെ ശരീരത്തിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടാതിരിക്കുക, ഉറക്കക്കുറവ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ്. അഖിലിൻ്റെ കേസിൽ ടെൻഷൻ മൂലം ഉണ്ടായ ഉറക്കക്കുറവാണ് ഇതിൻ്റെ റൂട്ട് കോസ്. ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രോപ്പർ സ്ലീപ്പിംഗ് തന്നെയാണ്. പക്ഷെ അഖിൽ ചെയ്തത് നേരെ തിരിച്ചു. അതല്ലാതെ എനിക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഡോക്ടർ. ഐ അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെ ഉറങ്ങാതിരുന്നപ്പോൾ അതിനെ തുടർന്ന് ഹാലൂസിനേഷൻ ഉണ്ടാകാൻ തുടങ്ങി. ഇല്ലാത്ത ഫ്രണ്ട്സിനെ കാണുക, റിയാലിറ്റി ഇല്യൂഷണൽ മിക്സ്ഡപ്പ് ആയി പോവുക, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇതങ്ങനെ വലിയ ഭീകര പ്രശ്നമൊന്നുമല്ല. ഞാൻ കുറച്ച് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യും. 3 ദിവസം കഴിഞ്ഞ് നമുക്കൊരു സിറ്റിംഗ് കൂടെ നോക്കാം. നത്തിങ് ടു വറി. അതിൽ ഇന്ന് മുതൽ നല്ല കുട്ടിയായിട്ട് ഉറങ്ങും.
ഹലോ. അഖിൽ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ഹലോ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നീ അബ്നോർമൽ ആണെന്നും നിനക്കെന്തോ പ്രശ്നമുണ്ടെന്നും. പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചില്ല. രാധിക, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. കഴിഞ്ഞൊരു ദിവസം കൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യായി. ഐദർ യു ആർ എ മാനിയാക് ഓർ എ ഡ്രഗ് അഡിക്റ്റ്. ഐ ഡോണ്ട് കെയർ എ ഡാം അബൌട്ട് യു. പക്ഷേ നമ്മൾ തമ്മിൽ ഇനി ഒരു കോണ്ടാക്റ്റും ഇല്ല. നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. ഐ സഫേർഡ് എനഫ്. രാധിക, ഇത് നിന്റെ മുഖത്തോക്കി പറയണമെന്ന് തോന്നി. അതാ വന്നത്. ഫോർ ഓൾ ടൈം സേക്ക്, ബൈ.